അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 246 മുതൽ കൂടിയ വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസാ إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله وقال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. ألم تر إلى الملأ من بني إسرائيل. ഇസ്രായേൽ സന്തതികളിലെ ഒരു വിഭാഗം നേതാക്കളെ നിങ്ങൾ കണ്ടില്ലേ? മിൻ ബഅദി മൂസാ നബിക്ക് ശേഷം. ഇത് കാലൂലി നബിയിൽ ലഹും, അവരുടെ നബിയോട് അവരോട് പറഞ്ഞ സമയം. ഇബ്അസ് ലനാ, ഞങ്ങൾക്ക് നിയോഗിച്ചു തരണം, മലിക്കൻ, ഒരു രാജാവിനെ. നുഖാത്തിലു ഫീ സബീലില്ലാ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി. കാല ഹൽ അസൈത്തും, ആ പ്രവാചകൻ പറഞ്ഞു, അൽ അസൈത്തും, നിങ്ങൾ ആയേക്കും. ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു, നിങ്ങളുടെ മേല് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ ആയേക്കും. അല്ലാ തുഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നവരായേക്കും. കാലു, അവര് പറഞ്ഞു, വമാലന അല്ലാ നുഖാത്തിലു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ, നിശ്ചയം ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. വ അബ്നാഇന, ഞങ്ങളുടെ മക്കളിൽ നിന്നും. ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാലു, അങ്ങനെ അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽ കുറച്ചു പേരൊഴികെ എല്ലാവരും പിന്തിരിഞ്ഞു കളഞ്ഞു. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, നിശ്ചയം അള്ളാഹു അക്രമകാരികളെ കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. മൂസാക്ക് ശേഷം ഇസ്രായേൽ സന്തതികളിലെ നേതാക്കളെ താങ്കൾ കണ്ടില്ലേ? ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം, എങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് തങ്ങളുടെ ഒരു നബിയോട് അവർ പറഞ്ഞ സന്ദർഭം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, യുദ്ധം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ ഇട വന്നേക്കുമോ? അവര് പറഞ്ഞു, സ്വന്തം വീടുകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ടിരിക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായം? എന്നാൽ യുദ്ധം അവർക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ ചുരുക്കം പേരൊഴിച്ച് എല്ലാവരും പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. അക്രമികളെ കുറിച്ച് നല്ല പോലെ അറിയുന്നവനാകുന്നു അള്ളാഹു. ഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലികാ ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലൻ യൂത സഅതൻ മിനൽ മാൽ ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും
വസാദഹു ബസ്തതൻ ബിൽ ഇൽമി വൽ ജിസ്മ് അല്ലാഹു യൂതി മുൽക്കഹു മൻ യശാ അല്ലാഹു വാസിഉൻ അലീം. വഖാല ലഹും നബിയുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക, നിശ്ചയം അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. കാലു, അവര് പറഞ്ഞു, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, ഞങ്ങളുടെ മേൽ ഇദ്ദേഹത്തിന് രാജാധികാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വനഹിനു അഹക്കു ബിൽ മുൽക്കി, ഞങ്ങളാണ് അയാളെക്കാൾ രാജാവാകാൻ യോഗ്യന്മാര്. വനഹിനു അഹക്കു ബിൽ മുൽക്കി മിൻഹു, അവനേക്കാൾ രാജാവാകാൻ യോഗ്യന്മാര് ഞങ്ങൾ തന്നെയാണ്. വലൻ യൂത സഅതൻ മിനൽ മാലി, അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തിക വിശാലത നൽകപ്പെട്ടിട്ടില്ല. കാല, അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും, തീർച്ചയായും അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി, അദ്ദേഹത്തിന് കൂടുതൽ വിശാലമായ അറിവും ശക്തിയും അവൻ നൽകിയിരിക്കുന്നു. വല്ലാഹു യൂതി മുൽക്കഹു, അല്ലാഹു അവന്റെ അധികാരം നൽകും. മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. അവരുടെ നബി അവരോട് പറഞ്ഞു, തീർച്ചയായും അല്ലാഹു ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. അവര് പറഞ്ഞു, ഞങ്ങളുടെ മേൽ അദ്ദേഹത്തിന് രാജാധികാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രാജാധികാരത്തിന് ഇദ്ദേഹത്തെക്കാളും അർഹത ഞങ്ങൾക്കാണ്. ഇദ്ദേഹത്തിന് ധനസമൃദ്ധിയും നൽകപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു താലൂത്തിനെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ വിശാലമായ അറിവും ശക്തിയും അവൻ നൽകിയിരിക്കുന്നു. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ രാജാധികാരത്തെ നൽകുന്നു. അല്ലാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, പരിശുദ്ധ ഖുർആന്റെ പ്രചരണാർത്ഥം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.